ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു ജേർണലാക്കി വന്നു. ഇന്നും ഞാനൊരു ജേർണൽ ചെയ്യാൻ ഇരിച്ചു. അപ്പോൾ ഞാനിന്നൊരു യെല്ലോ ജേർണലാക്കാനൊരു തീരുമാനം. അപ്പോൾ ഞാൻ ആദ്യമായി സ്കെച്ച് എടുത്തു. അങ്ങനെ എൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ആവാനായി. എൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഞാൻ എൻ്റെ രണ്ടാം ഭാഗം സൈഡിൽ ചെയ്യാണ്. എനിക്കിതിങ്ങനെ ചെയ്യാൻ നല്ല രസമാണ്. അങ്ങനെ രണ്ടു ഭാഗം കഴിഞ്ഞു. അടുത്ത ഞാൻ എൻ്റെ കവായി സ്റ്റിക്കർ എടുക്കുകയാണ്. കൂടെ യെല്ലോ കവായി സ്റ്റിക്കറിലേ നമുക്ക് തുടങ്ങാൻ തിരിച്ചു. പിന്നെ ഞാൻ തിരിച്ചു വീണ്ടും നമുക്ക് രണ്ട് കവായി സ്റ്റിക്കർ ഏറെ എടുക്കാൻ ആവശ്യം വന്നാലോ. ഒരു ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റിക്കറാണ് ഇപ്പോൾ കാണിക്കുന്നത്. എനിക്ക് ക്യൂട്ടായിട്ട് തോന്നുന്നത് ഈ ഒരു കവായി സ്റ്റിക്കറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈലെന്നെ നമുക്ക് തുടങ്ങാം. ഞാനങ്ങനെ ആ പെണ്ണിനെ അവിടെ ഒട്ടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നിനെ പോരല്ലോ, ആ ജെല്ല് തുന്നുന്ന റാബിറ്റിൻ്റെ അപ്പുറത്തെ വെച്ചു. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. പിന്നെ അപ്പുറത്തെ പേജിൻ്റെ അടുത്ത് എൻ്റെ ഒരു പേപ്പർ എടുത്തു. എൻ്റെ ബോക്സിൽ ഞാനൊരു പെന്നെടുത്തു. ഞാൻ ഒരു ഹേർട്ട് ഷേപ്പ് വരയ്ക്കുകയാണ്. പിന്നെ ഒരു ഹേർട്ട് ഷേപ്പ് വരച്ചു കട്ട് ചെയ്തു. നമ്മൾ സൈഡിലായിട്ട് ഗം ഒട്ടിച്ച് അവിടെ ഒട്ടിക്കാണ് ഹേർട്ട് ഷേപ്പും. എൻ്റെ ഹേർട്ട് ഷേപ്പ് നേരെ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ എനിക്കത് ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആ സൈഡിൽ ഒട്ടിക്കാണ്. ഒട്ടിച്ച ശേഷം ഞാൻ വീണ്ടും എൻ്റെ സ്കെച്ച് ബോക്സ് എടുത്തു, സ്കെച്ച് എടുത്തു, കളർ ചെയ്യാൻ തിരിച്ചു. ഞാൻ കളർ ചെയ്ത് തുടങ്ങി. കളർ കൊടുത്ത് പകുതിയായി. ഞാൻ എൻ്റെ കളർ ഫുള്ള് കൊടുത്ത ശേഷം പെന്നെടുത്തു. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം, എന്തെടുത്താൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും വെച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ പെന്നെടുത്തു എഴുതാൻ തുടങ്ങി. ലവിനാണ് ഞാൻ എഴുതിയത്. പിന്നെ ഞാൻ വീണ്ടും ഒരു സ്റ്റിക്കർ എടുത്തു. ഒരു സ്ട്രോബെറി അല്ല, അങ്ങനെ ഞാൻ അവിടെ ഒരു എഴുതിയൊരു സ്റ്റിക്കർ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ യെല്ലോ ജേർണൽ എഴുതാണ്. അങ്ങനെ എനിക്ക് എഴുതിച്ച് കഴിയാനായി. ഞാൻ ജേർണലിൽ ലാസ്റ്റ് എല്ലാവരും എഴുതിച്ചായി. പിന്നെ ഞാൻ യെല്ലോ ജേർണൽ എഴുതി മീത്തേക്ക് യെല്ലോ കളർ കൊടുക്കാണ്. അപ്പോൾ ഞാനും അതും കഴിയാനായി. ഞാൻ കഴിഞ്ഞ ശേഷം എന്തോ ഒന്ന് ബോറാന്ന് വിചാരിച്ചു
ഞാൻ ഇതാക്കി ഒരു കേക്ക് സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കാണ്. ഞാനൊരു കേക്ക് സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചു, സൈഡായിട്ട് ഒട്ടിച്ചു. പിന്നെ ഞാൻ സ്റ്റിക്കർ ബീത്തെല്ലാം ആയിട്ട് യെല്ലോ കളറ് ബീത്ത് കൊടുക്കാണ്. അങ്ങനെ ഞാൻ ഈ 4ലും അങ്ങനെ കൊടുക്കാൻ തിരിച്ച് 4ലും കൊടുക്കാണ്. അങ്ങനെ ഞാൻ ആ കളർ കൊടുത്ത ശേഷം പെന്നിലും ഒരു ലൈൻ മാർക്ക് ചെയ്യാണ്. ലാസ്റ്റായിട്ട് എനിക്ക് അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും ബോറാന്ന് തിരിച്ചു ഒരു കുഞ്ഞു സ്റ്റിക്കർ അവിടെ രണ്ട് സൈഡായി ഒട്ടിക്കാൻ തിരിച്ചു. ഞാൻ ആദ്യം എഴുതിയ താഴെ ഒട്ടിച്ചു. പിന്നെ ഞാൻ വീണ്ടും ഒരു സ്റ്റിക്കർ എടുത്തു, താഴെ ഒട്ടിച്ചു. ഞാൻ ലാസ്റ്റ് അവിടെയും താഴെ ഒട്ടിച്ചു. അങ്ങനെ എൻ്റെ ജേർണൽ കഴിയാനായി. അപ്പോൾ എൻ്റെ ജേർണൽ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് ചെല്ലണം. ഇതാണ് ഗൈസ് എൻ്റെ ജേർണൽ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.